കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്കിടയിൽ അമിത്ഷായോട് ചോദ്യങ്ങളുമായി തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ എംപിയായ സകേത് ഗോഖലെ എഴുന്നേൽക്കുന്നു. അദ്ദേഹം CBI കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതിന് മറുപടിയായി, കാരണം അമിത്ഷാ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിൽ ഈ ചോദ്യം ഉയരുന്നത്. അതിന് മറുപടിയായി അമിത്ഷാ പറഞ്ഞു, CBI എന്ന് പറയുന്ന വകുപ്പ് തൻ്റെ കീഴിൽ വരുന്നതല്ല, താൻ ഇപ്പോൾ ഇതിന് മറുപടി പറയുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടാനാണ് MP ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. ഇതോടുകൂടി MP ഒരു കൗണ്ടർ പോയിന്റ് അവിടെ അടിച്ചു. അദ്ദേഹം പറഞ്ഞത് CBI എന്ന് കേൾക്കുമ്പോൾ അമിത്ഷായ്ക്ക് ഭയമാണ് എന്നാണ്. പിന്നെ നാം കാണുന്നത് അമിത്ഷായുടെ വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. मान्यवर ऑनरेबल होम मिनिस्टर, मैंने इन्होंने इंटरप्रिटेशन किया, डर गए। मैं किसी की कृपा से यहाँ नहीं आया हूँ भाई साहब। मैं 7 बार चुनाव जीत कर आया हूँ। एक आइडियोलॉजी का विरोध कर यहाँ नहीं घुस गया हूँ। डरने का क्वेश्चन डज नॉट अराइज। मान्यवर ये जो जिक्र कर रहे हैं इस सदन को गलत तरीके की इंफॉर्मेशन दे रही है, इसलिए मैं स्पष्टता करने के लिए नंबर ऑफ केस जो वो CBI के कह रहे हैं वो माननीय सुप्रीम कोर्ट के और माननीय हाई कोर्ट के ऑर्डर से चुनावी हिंसा के लिए रजिस्टर किए गए केस है। जो चुनावी हिंसा बंगाल में हुई, ये सारे करप्शन के केस नहीं है मान्यवर। नीर कर रखे। और चुनावी हिंसा किस प्रकार की? चुनाव में हमारी सीटें ज्यादा आ गई, चुन कर जहां हमारा बहुमत था वो बूथों में हत्या की दी गई, महिलाओं के साथ बलात्कार किए गए। जब पीड़ित लोग, कोई एक्शन नहीं, कोई अरेस्ट नहीं, पीड़ित लोग जब पहुंचे हाई कोर्ट में, हाई कोर्ट के ऑर्डर से CBI को जांच दिया गया है मान्यवर, हाई कोर्ट के ऑर्डर से दिया गया है। ये सुप्रीम कोर्ट को भी नहीं मानेंगे, हाई कोर्ट को भी नहीं मानेंगे। जमींदारी कौन कर रहा है वो अब पूरा देश देखेगा। आप हाई कोर्ट को भी नहीं मानते हो। ये सारे CBI के जो केस है मान्यवर, हाई कोर्ट और सुप्रीम कोर्ट के ऑर्डर से रजिस्टर्ड किए गए हैं और ये कह रहे हैं इनमें परिणाम नहीं आ रहा है। मैं इसलिए परिणाम नहीं आ रहा है, एक भी CBI स्पेशल कोर्ट आज बंगाल में नहीं है, एक भी नहीं बनाई है। ഇതിൽ അദ്ദേഹം പറയുന്നത് താൻ ഓടുപൊളിച്ചല്ല, ഇല്ലെങ്കിൽ താൻ തെരഞ്ഞെടുക്കപ്പെട്ടാണ്, അതും 1-2 തവണയല്ല 7 തവണ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് ജയിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ സാകേത് ഗോഖലെ തൃണമൂൽ കോൺഗ്രസ്സുകാർ നോമിനേറ്റഡ് ചെയ്ത രാജ്യസഭാ MP-യാണ്. അതല്ലാതെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോ ഇല്ലെങ്കിൽ മറ്റെവിടെങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതോ അല്ല, നോമിനേറ്റഡ് മെമ്പറാണ്. അത് താൻ നോമിനേറ്റഡ് മെമ്പർ അല്ല എന്നും 7 തിരഞ്ഞെടുപ്പുകൾ, അതായത് ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയാണ് അദ്ദേഹം പറഞ്ഞത്, 7 തിരഞ്ഞെടുപ്പുകൾ ജയിച്ച് ജനത്തിൻ്റെ അംഗീകാരം വാങ്ങി വന്നതാണ്, തനിക്ക് ആരെയും ഭയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഈ MP ഉയർത്തിയ മറ്റൊരു വലിയ കാര്യം, 5900 കേസുകൾ CBIയുടേത് കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൽ 361 കേസുകൾ അതായത് 20 വർഷമായി കെട്ടിക്കിടക്കുന്ന കേസുകളുമുണ്ടെന്നാണ്. ഇതിനെക്കുറിച്ച് അമിത്ഷാ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് പശ്ചിമ ബംഗാളാണ്. അവിടെ ഒരു CBI കോടതി പോലും സ്ഥാപിക്കാനുള്ള സ്ഥലം ഇതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഹർഷാരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു അമിത്ഷായുടെ മറുപടിയെ BJP അംഗങ്ങൾ സ്വാഗതം ചെയ്തത്. എന്നാൽ പ്രതിപക്ഷ ബെഞ്ചിലാകട്ടെ കനത്ത നിശബ്ദത പരക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ ഈ വീഡിയോ വൈറലാകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.